ഉണ്ണിയമ്മേ കുമ്പടി വന്നു. കെ അനിൽകുമാർ 16-ാം തീയതി ആരും അറിയാതെ സർക്കാർ ഇത് ഒപ്പിടുന്നു. 21-ാം തീയതി 5 ദിവസം കഴിഞ്ഞ് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നു ഈ PM ശ്രീ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കുക, ഞങ്ങൾ LDF-ൽ ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. 22-ാം തീയതി നടന്ന ക്യാബിനറ്റിൽ ഈ വിഷയം CPI-യുടെ മന്ത്രിമാർ ഉന്നയിക്കുന്നു. അങ്ങനെ ഉന്നയിച്ചു എന്ന വിവരം മന്ത്രി GR അനിൽ പിന്നീട് പറയുകയും ചെയ്തു. അവർക്കും ഒന്നും അറിയില്ല, പറഞ്ഞിട്ടില്ല. ആരെ ഒളിച്ചാണ് നിങ്ങൾ ചെയ്തത്? ആരെയൊക്കെയാണ് നിങ്ങൾ ഇരുട്ടിൽ നിർത്തിയത് സർക്കാർ? കെ അനിൽകുമാർ, സർക്കാർ ആരെ ഇരുട്ടിൽ നിർത്തേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ ഘടകകക്ഷികളായിട്ടുള്ള CPM-നും CPI-ക്കും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഇന്ത്യ സർക്കാർ നടപ്പാക്കുന്ന, മോദി സർക്കാർ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ നയം അടിമുടി ജനാധിപത്യ വിരുദ്ധവും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തകർക്കലും ഭാഷാഭ്രാന്ത് അടിച്ചേൽപ്പിക്കുന്നതും ചരിത്ര വിരുദ്ധവും വർഗീയവൽക്കരണപ്പെട്ടതുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിലില്ല. നമ്മളൊരു രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരുമായി എൻഗേജ് ചെയ്യാതെ സംസ്ഥാനങ്ങൾക്കാവില്ല. അനിൽകുമാർ, നിങ്ങൾ പറഞ്ഞു വരുന്ന നിർബന്ധിത അവസ്ഥയിൽ ഒരു കേന്ദ്ര സർക്കാരിനോട് എൻഗേജ് ചെയ്ത് നിൽക്കണം എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിൽ ഒപ്പിടുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുമ്പ് എതിർത്തത് എന്തിനാണ്? ആ എതിർപ്പ് മാറാൻ ഇപ്പോഴുണ്ടായ മാറ്റം, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ ആ മാറ്റത്തിന് കാരണം? അത് പറയൂ. എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. അപ്പൊ ഇന്നത്തെ ദിവസം ആദ്യമായി നിങ്ങൾ നൽകുന്ന ഉറപ്പെന്താണ്? ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയതുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഉള്ളടക്കത്തിൽ മാറ്റം ഉണ്ടാകില്ല. പക്ഷെ മാറ്റം ഉണ്ടാകുമെന്നാണല്ലോ കേന്ദ്ര സർക്കാർ പറയുന്നത്. ഞങ്ങൾ ഈ കേരളത്തിലെ 10 കൊല്ലക്കാലത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് അധികാരത്തിലിരുന്ന മോദി സർക്കാരിനോട് ഞങ്ങൾ കലഹിക്കല്ലേ ഇത്? ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും നയം ഞങ്ങൾ അതുകൂടി അംഗീകരിച്ച് നടപ്പാക്കിയോ? NEP കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കമാണെന്ന് CPM-ന്റെ സുചിന്തിതമായ നിലപാടാണ്. ആ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം അപകടമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ 4 വർഷം എതിർത്തെങ്കിൽ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറാനുള്ള കാരണം എന്താണ്? കേന്ദ്ര സർക്കാർ കാവ്യവൽക്കരണം അവസാനിപ്പിച്ചോ? ഇവിടെ കർണാടക മാതൃകയിൽ കാവ്യവൽക്കരണം നടപ്പാക്കുന്ന ഒരു കോൺഗ്രസ് സർക്കാരിനെ കൊണ്ടുവരണോ? അതോ ഞങ്ങൾ ഇതേവരെ SCRT-യിൽ സിലബസ് നടപ്പാക്കിയ പോലെ എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക? ആറിലേക്കാർക്ക് അധികാരമില്ല, ഇവിടുത്തെ റബ്ബർ സ്റ്റാമ്പ് ആയിരിക്കാൻ മാത്രമേ ഭരണഘടന പറയുന്നുള്ളൂ അദ്ദേഹത്തിന്. ഒരു മാറ്റവും ഇല്ലല്ലോ. അതിനപ്പുറം അധികാരം ഇല്ല എന്ന് പറയുന്ന ഒരു പാഠപുസ്തകം ഉണ്ടാക്കി പഠിപ്പിക്കുന്ന ഞങ്ങളുടെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് കൊണ്ടുപോകണോ? അതിൽ ഞങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയല്ല NEP ഉണ്ടാക്കുന്നത് ശ്രീ അനിൽകുമാർ. അതായത് കാവ്യവൽക്കരണത്തെ നിങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ചെറുക്കും എന്നുകൂടി നിങ്ങൾ പറയണം. എന്ന് മാത്രമല്ല, എന്തിനു ഒളിച്ചുപോയി ഒപ്പിട്ട്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങൾ NDA-യുടെ നയം നടപ്പാക്കാം, UP-യുടെ നയം നടപ്പാക്കാം, RSS-ന്റെ നയം നടപ്പാക്കാം, എന്തും ചെയ്യാം, അവിടെ തീർന്നു. പക്ഷേ എൻ്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ LDF സർക്കാരിന് എന്തിനാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിയത്? ഏതെങ്കിലും കമ്പനി ഏൽപ്പിച്ചാൽ പോരെ? അവർ വളരെ കൃത്യമായിട്ട് ഇതിലും കാര്യക്ഷമമായിട്ട് കേന്ദ്രത്തിന്റെ നയം നടപ്പാക്കിക്കോളൂ. കേരളത്തിൽ നടപ്പാക്കുന്ന നയം എന്ന് പറയുന്നത് നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നത് ഏത് കമ്പനി ഏൽപ്പിച്ചാൽ നടക്കും? മീഡിയ വണ്ണി ഏൽപ്പിച്ചാൽ നടക്കുമോ? നിങ്ങളെ ഏൽപ്പിച്ചാൽ നടക്കുന്ന കാര്യമല്ലോ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പിന്നെ അത് CPM മാത്രമായിട്ട് ഒറ്റയ്ക്ക് ചെയ്ത കാര്യമാണത്. നിങ്ങൾ ആ ക്രെഡിറ്റ് CPM LDF മാത്രം ചെയ്ത കാര്യമാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കല്. വേറെ ആരും ഇവിടെ ഭരിച്ചിട്ടില്ല. അല്ല, ഇവിടെ വേറെ ആരും ഭരിച്ചിട്ടില്ല. നിങ്ങൾ മാത്രമായിട്ട് ചെയ്ത കാര്യമാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ. വേറെ ഭരിച്ചവരുണ്ടല്ലോ കർണാടകത്തിലുണ്ട്. അവരുടെയൊക്കെ പണിയാണത്. അവരുടെയൊക്കെ പണിയാണത്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. എന്നിട്ട് നിങ്ങൾ ഭരിച്ചിട്ട് ബംഗാളിൽ അതിദാരിദ്ര്യം ഇല്ലാതായത്? നിങ്ങൾ 4 നൂറ്റാണ്ട് ഭരിച്ച ബംഗാളിൽ, ത്രിപുരയിൽ എന്ത് അതിദാരിദ്ര്യം ഇല്ലാതായത്? നിങ്ങളുടെ മാത്രം ക്രെഡിറ്റ് ആണോ അത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അത് ഞാൻ പറയാം. അതിദാരിദ്ര്യം ഇല്ലാത്ത ആയ വഴി ഞാൻ ആദ്യം പറഞ്ഞുതരാം. 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോ ആദ്യം ചെയ്തത് ഭൂമി ഇല്ലാത്തവന് ഭൂമിയാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭൂമി ഇല്ലാത്തവന് ഭൂമി, ഭൂപരിഷ്കരണ നിയമം, വിമോചന നടപ്പായിക്കൂടായിരുന്നോ? നടപ്പാക്കാഞ്ഞത് ഞങ്ങൾ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമത്തെ കോൺഗ്രസ് പിന്തുണച്ചോ അതോ എതിർത്തോ? കോൺഗ്രസ് സർക്കാർ പിന്തുണച്ചോ എതിർത്തോ? എന്നിട്ട് അതിന്റെ ഭാഗമായി ഭൂമി കിട്ടിയതിന്റെ ഭാഗമായി കേരളത്തിൽ വികസിച്ച ഒരു സമൂഹമുണ്ട് ഭൂപരിഷ്കരണം. ഞാൻ ചോദിക്കട്ടെ അനിൽകുമാർ, എന്റെ ചോദ്യത്തിന് മർമ്മം ഭൂരിഷ്കരണം നടപ്പാക്കിയോ അവരെ എതിർത്തോ എന്നുള്ളതല്ല. LDF-ന്റെ നയം നടപ്പാക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ പിണറായി വിജയൻ സർക്കാരിനെ ഞാൻ ചോദിക്കുന്നത്? മറ്റാരും ഏൽപ്പിച്ചൂടെ പണി? അവർ വൃത്തി ചെയ്തോളൂ.
ഈ ഗോവിന്ദ മാഷ് കോട്ട് ചെയ്ത EMSന്റെ പ്രസ്താവന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അന്ന് ഗോവിന്ദ മാഷ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് നയങ്ങളല്ല നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു. LDF-ന്റെ നയം നടപ്പാക്കലല്ല ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരുടെ നയമാണ് നടപ്പാക്കുന്നത്? ഇനി നോക്കൂ, കോൺഗ്രസ് ചോദിക്കുന്നതിന് മറുപടി വേണ്ട, മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് മറുപടി വേണ്ട. നിങ്ങൾ ഈ പറയുന്ന ഭൂപരിഷ്കരണം നടപ്പാക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് CPI. അന്ന് ഒറ്റ പാർട്ടിയായിരുന്നു. അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ പരിപാടി എന്താണ്, LDF നയം നടപ്പാക്കലല്ലേ എന്ന്. അവർക്ക് മറുപടി കൊടുക്കും. അനിൽകുമാർ, ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPIക്കുള്ളതിനേക്കാൾ എതിർപ്പ് ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. നിങ്ങളത് കേട്ടിട്ടില്ല. ഈ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞത് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്നാണ്. രണ്ടാമത് ഇന്നിപ്പോ സഖാവ് MA ശിവൻകുട്ടി പറഞ്ഞത് തെറ്റാണോ ശ്രീ അനിൽകുമാർ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. NEP-യിൽ പ്രശ്നമില്ലാന്ന് ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു അതിലൊരു കുഴപ്പമില്ല എന്ന് പറയുന്നു. പാർട്ടി സെക്രട്ടറി, ഈ ഭരണത്തിൽ പങ്കാളിയല്ലാത്ത പാർട്ടി സെക്രട്ടറി പറയുന്നു അല്ല അത് കുഴപ്പമാണെന്ന് പറയുന്നു. ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി നിങ്ങൾ അപമാനിച്ചില്ലേ, MA ബേബി? എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് കേൾപ്പിച്ചപ്പോ എന്താ അദ്ദേഹം പറഞ്ഞെന്താ? കേന്ദ്ര അനിൽകുമാറെ, ഞാനല്ല അപമാനിച്ചത്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ മന്ത്രിയും ഒക്കെയാണ് അപമാനിച്ചത്. 16-ാം തീയതി ഒപ്പിട്ടിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല 21-ാം തീയതി ആയിട്ടും. നിങ്ങളുടെ ഘടകകക്ഷിയായ CPI അറിഞ്ഞിട്ടില്ല. നിങ്ങളാണ് അപമാനിക്കുന്നത്, അല്ലാതെ ഞങ്ങളല്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അല്ലല്ല, താലിബാനുകളുടെ സ്ഥിരം തൊഴിലായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. നിങ്ങൾ അവമാനിച്ചോളൂ. നിങ്ങൾ ആരെയും താലിബാനുകൾ വിളിക്കുന്നത്? അതങ്ങ് AKG സെന്ററിൽ വെച്ചാൽ മതി. അനിൽകുമാർ, ആ സൈസ് ചാപ്പയൊക്കെ നിങ്ങൾ AKG സെന്ററിൽ കൊണ്ട് വെച്ചാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞു. അനിൽകുമാർ. നിങ്ങളുടെ ചാപ്പയുടെ ഒന്നും ഏൽക്കില്ല അനിൽകുമാർ. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് കേട്ടോ, താലിബാനി എന്നൊക്കെ AKG സെന്ററിൽ പോയി വിളിച്ചാൽ മതി. അത് അവിടെ പോയി വിളിച്ചാൽ മതി. ആ കാലം കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ചാപ്പയടിക്കുന്ന കാലം കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു. അതെ, ഉത്തരം മുട്ടുമ്പോ ചാപ്പയടിക്കുന്ന ആ കാലം കഴിഞ്ഞു. അതൊക്കെ ഇനി AKG സെന്ററിൽ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഈ താലിബാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയ S. ജയശങ്കറെയോ മോദിയെ നിങ്ങൾ താലിബാനി എന്ന് വിളിക്കില്ല. നിങ്ങളോട് ചോദ്യം ഉന്നയിക്കുന്നതിന് നിങ്ങൾ ചാപ്പയടിക്കും. ആ കാലം കഴിഞ്ഞു. ഇസ്ലാമോഫോബിയ വിളമ്പി ചാപ്പയടിച്ചുള്ള കാലം കഴിഞ്ഞു നിൽക്കുമാർ. നിങ്ങൾ എക്സ്പോസ്ഡ് ആയി. ഇയാളെ പോലെ മടി. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇയാളെ പോലെ ഇസ്ലാം ഫോമുകളെ നിങ്ങൾ ചർച്ചയിൽ പുറത്താക്കുന്നേ. അനിൽകുമാർ എന്തിനും പറയാനുണ്ടോ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അല്ല അനിൽകുമാർ, ഈ ചാപ്പയടി എല്ലാവരും പറയാനുണ്ടോ? ഒളിച്ചും പാത്തും പോയി ഒപ്പിട്ടതിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? അത് പറയൂ. ചാപ്പയടിക്കാതെ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.